ഹലോ ഗൈസ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു ബസ് റിവീലിംഗ് ഉണ്ടായിരുന്നു. പേമാരിയുടെ ബസ് റിവീലിങ്ങിനാണ് ഗൈസ്. ഇന്ന് നമുക്ക് ബസ് റിവീലിങ്ങിന് പോകണം. നമ്മൾ M5 എടുത്തിട്ടാണ് പോകുന്നത്. നമ്മുടെ ബസ് ഉണ്ടായിരുന്നു, അത് ഗാരേജിലേക്ക് കയറ്റിയിരിക്കുകയാണ്, ചെറിയൊരു സ്കിൻ വർക്കുമായിട്ടാണ്. ഇതാണ് ഗൈസ് നമ്മുടെ ന്യൂ M5, നമ്മുടെ ഐഡൻറ്റിറ്റി ഇതാണ് ഗൈസ്. ഇന്ന് നമുക്ക് ഏതായാലും M5 എടുത്തുകൊണ്ട് വേഗം പോകാം ഗൈസ്. അത്യാവശ്യം ലേറ്റായിട്ടുണ്ട്. നമുക്ക് കാറും സ്റ്റാർട്ടാക്കിയിട്ട് ഒറ്റ പോക്കങ്ങ് പോകാം ഗൈസ്. സ്റ്റാർട്ടായിന് വിചാരിച്ചാലൊന്നുമില്ല, M5 വൺ ഡേ സീനാണ് ഗൈസ്. ഇനി നമുക്ക് ഏതായാലും പോയേക്കാം ഗൈസ്. മീറ്റപ്പ് വെച്ചിരിക്കുന്നത് ഡെസേർട്ടിൽ പോകുന്ന വഴിക്കാണ്. നമുക്ക് കുറച്ച് ദൂരം ട്രാവൽ ചെയ്യാനുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. മാക്സിമം നിങ്ങൾ സ്കിപ്പ് അടിക്കാതെ ഫുള്ളിരുന്ന് കാണുക ഗൈസ്. നമ്മൾ കുറേ വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ല, അത്യാവശ്യം വ്യൂവേഴ്സൊന്നും ഇല്ല ഗൈസ്. നിങ്ങളൊക്കെ സപ്പോർട്ട്, ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയറൊക്കെ ചെയ്താൽ അത്രയും നല്ലതായിരുന്നു. ഇനി നമുക്ക് ഏതായാലും പോയേക്കാം ഗൈസ്. അത്യാവശ്യം ദൂരമുള്ളതുകൊണ്ട് ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ M5 എടുത്ത് പറപ്പിച്ചങ്ങ് വന്നിട്ടുണ്ട്. ഇവിടെ ഏതൊക്കെയോ ബസ്സുണ്ട്, കത്രിയാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ബസ്സൊക്കെ ഉണ്ട് ഗൈസ്. നമ്മുടെ M5 ഇതാ ഇവിടെ കിടപ്പുണ്ട്. M5 ഞാൻ മൊത്തം ഒന്ന് ചുറ്റി കാണിച്ചുതരാം ഗൈസ്. ഇതാണ് നമ്മുടെ M5. ഇവിടെ ഇൻസ്റ്റൻറ്റ് യൂട്യൂബ് ചാനലിൻ്റെയൊക്കെ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബേക്കിൽ ലിൻസോ ഐറ്റി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏതായാലും ബസ്സൊക്കെ കാണാം. ഇവിടെ ഒരു ക്യാൻഡി ലിസ കിടപ്പുണ്ട്. ഇതൊക്കെ നമ്മുടെ കമ്പനി തന്നെയാണ്. ക്യാൻഡി താലിയ കിടപ്പുണ്ട്. പിന്നെ ക്യാൻഡിയുടെ ഒരു പുതിയ ബസ് റിവീൽ ചെയ്തിടും. മോത്ത്മാൻ പേര് ഗൈസ്, അങ്ങനെയാന്ന് തോന്നുന്നു വായിക്കുക. പിന്നെ കത്രിയാൻ ഇവിടെ കിടപ്പുണ്ട്. പിന്നെ ഇവിടെ ലവിതാൻ കിടപ്പുണ്ട്. ലവിതാൻ്റെ 5 ബസ്സങ്ങാറ്റുണ്ട് എന്ന് തോന്നുന്നു, 6 ഗൈസ്. പിന്നെ ഇവിടെ പേമാരിൻ്റെ ബസ്സൊക്കെ കിടപ്പുണ്ട്. ഇതാണ് ഗൈസ് അരിക്കൊമ്പൻ. ഇതിൻ്റെ ഇപ്പുറത്തുള്ളത് ചാത്തനാ തോന്നുന്നു, അതിൻ്റെ ഇപ്പുറത്തുള്ളത് ടോക്സിനാന്ന് തോന്നുന്നു ഗൈസ്. ഇവിടെ അരിക്കൊമ്പൻ നൈസ് വർക്കൊക്കെ ചെയ്ത് ഇവിടെ കിടപ്പുണ്ട്. പേമാരിയുടെ ഒരു റിവീലിംഗ് നമ്മൾ പോയിരുന്നു, അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതാ ചാത്ത ഇവിടെ കിടപ്പുണ്ട്. ഇതാണ് ഗൈസ് റിവീൽ ചെയ്ത ബസ്. അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആൻഡ് ക്ലീൻ വർക്ക് ചെയ്തൊരു ബസ്സാണ്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് വർക്ക് തന്നെയാണ് ഗൈസ്. ഇവിടെ സൈഡിൽ അൺപ്ലഗ്ഡ് ടോക്സിക് വൈബ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വർക്ക് തന്നെയാണ് ഗൈസ്. ബാഗൊക്കെ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ടോക്സിന്നൊക്കെ എഴുതി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്പർ പ്ലേറ്റ് പുതിയ അടിച്ചതാണോ അല്ലെങ്കിൽ ടെമ്പററി ആണോ എന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ ഇവിടെ നമ്പർ പ്ലേറ്റ് അടിച്ചിട്ടുണ്ട് 2227. അത് ടെമ്പററി തന്നെയാണ് ഗൈസ്, ടോക്സിൻ്റെ. പിന്നെ ഇവിടെ കുറച്ച് ബസ്സൊക്കെ കിടപ്പുണ്ട്. കത്രിയാണ് ഈ അടുത്ത് വന്ന പുതിയ ബസ് ഗ്യാങ്ങാന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല വർക്ക് തന്നെയാണ് ഇവരും ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ റിവെഞ്ച് മെഷീനൊക്കെ എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇവരെ ബസ്സൊക്കെ ബാക്കിൽ അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ ക്യാൻഡിയുടെ ഒരു മോത്ത്മാൻ കിടക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ ഓരോ വർക്കൊക്കെ ചെയ്ത് കിടപ്പുണ്ട് ഗൈസ്. പിന്നെ തൈലാകെ കിടപ്പുണ്ട്. പിന്നെ ടോക്സിൻ ഇതാ ഇവിടെ ഗാരേജ് കയറ്റുകയാണെന്ന് തോന്നുന്നു ഗൈസ്. പിന്നെ ഓരോ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഗൈസ്. ഇവിടെയൊക്കെ കുറേ ആൾക്കാർ കിടക്കുന്നുണ്ട്. നമുക്ക് അവിടേക്ക് പോയി നോക്കാം ഗൈസ്. നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഇവിടെ ലവിതാൻ്റെ ഓരോ ബസ് കിടപ്പുണ്ട്. ഇവിടെയാണ് കുറേ ആളുകളൊക്കെ ഉണ്ട് ഗൈസ്. ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല, ഇവിടെ മാരക ഡിഫൻഡർ കിടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല വർക്കൊക്കെ ചെയ്ത ഡിഫൻഡർ തന്നെയാണ്. ഇത് ആരുടെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, ഇവൻ്റെയാണെന്ന് തോന്നുന്നു ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ, ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സപ്പോർട്ടൊക്കെ ചെയ്യുക. അപ്പോൾ ബൈ.